5 പ്രാണങ്ങൾ. സൂക്ഷ്മ ശരീരത്തിന് അതിന്റെ പ്രവർത്തനത്തിന് പ്രാണങ്ങളോ ജീവശക്തികളോ ആവശ്യമാണ്. ചിന്ത, സംസാരം, ചലനം, ദഹിപ്പിക്കൽ തുടങ്ങിയ ജീവിത പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൂക്ഷ്മ ഊർജ്ജങ്ങളാണ് പ്രാണങ്ങൾ. പ്രാണ എന്ന വാക്ക് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ജീവശക്തിയെ അല്ലെങ്കിൽ ഊർജ്ജത്തെ സൂചിപ്പിക്കുന്നു. പ്രാണൻ നാഡിയിലൂടെ ഒഴുകുന്നു. ശരീരത്തിലുടനീളം പ്രവർത്തിക്കുന്ന സൂക്ഷ്മമായ ഊർജ്ജ ചാനലുകളിലൂടെ പ്രാണൻ മുകളിലേക്ക് ഉയരുമ്പോൾ അവ ചക്രങ്ങളിലൂടെ കടന്നുപോകുന്നു. ഇത് കുണ്ഡലിനി ശക്തിയായി പ്രകടമാകുന്നു. വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾ, സന്തുലിതാവസ്ഥ എന്നിവയ്ക്ക് ഉത്തരവാദികളായ 5 പ്രാണങ്ങൾ അല്ലെങ്കിൽ വായു ശരീരത്തിലെ 5 കോശങ്ങളിൽ ഒന്നായ പ്രാണമയത്തിൽ അടങ്ങിയിരിക്കുന്നു. പഞ്ചപ്രാണങ്ങളുടെ പ്രവർത്തനം ആയുർവേദത്തിൽ നിന്നാണ് വരുന്നത്. 5 പ്രാണങ്ങൾ വാതദോഷത്തിന്റെ ഒരു ഉപവിഭാഗമായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ സന്തുലിതമാക്കുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ളതാണ് യോഗ, പ്രാണായാമം, ധ്യാനം തുടങ്ങിയ പരിശീലനങ്ങൾ. ഈ പഞ്ചപ്രാണങ്ങളെ വിശദമായി നോക്കാം. 1. ഉദാന പ്രാണൻ. ഉദാന എന്നത് ഹൃദയത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഊർജ്ജത്തെ അല്ലെങ്കിൽ ജീവശക്തിയെ സൂചിപ്പിക്കുന്നു. മൂലകമായ സ്ഥലത്ത് നിന്ന് നമുക്ക് ഉദാന പ്രാണൻ ലഭിക്കുന്നു. നമ്മുടെ അന്തരീക്ഷത്തിലെ വായുവിന് മുകളിലാണ് ബഹിരാകാശ ഘടകം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആകാശം വ്യക്തമാകുന്ന ബഹിരാകാശ മൂലകത്തെ കൂടുതൽ നാം ആഗിരണം ചെയ്യുന്നത്. ഈ പ്രാണൻ തൊണ്ട, മുഖം, ശിരസ് എന്നിവയ്ക്ക് മുകളിൽ പ്രവർത്തിക്കുന്നു. ഇത് സെൻസറി അവയവങ്ങൾ, തല, കഴുത്ത്, തലച്ചോറിന്റെ പ്രവർത്തനം എന്നിവ നിയന്ത്രിക്കുന്നു. ഇത് കണ്ണുകൾ, നാവ്, മൂക്ക്, ചെവി തുടങ്ങിയ സെൻസറി റിസപ്റ്ററുകളെ സജീവമാക്കുന്നു. കൈകളും കാലുകളും പോലുള്ള അനുബന്ധ അവയവങ്ങളുടെ ചലനത്തിനും ഇത് ഉത്തരവാദിയാണ്. അതുമായി ബന്ധപ്പെട്ട കൈകാലുകൾ, പേശികൾ, അസ്ഥിബന്ധങ്ങൾ, ഞരമ്പുകൾ, സന്ധികൾ എന്നിവയിൽ ഇത് യോജിപ്പും സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നു. നേരായതും ശക്തവുമായ ഭാവം നിലനിർത്തുന്നതിനും ബാഹ്യ ഉത്തേജകങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരാളുടെ കഴിവിനെ നിയന്ത്രിക്കുന്നതിനും ഇത് ഉത്തരവാദിയാണ്. ഇത് തൊണ്ടയിലെ വിശുദ്ധി ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ചലനം പുറത്തേക്കും മുകളിലേക്കുമാണ്. ഉറക്കം, ശരീരതാപം, സംസാരം, സംഗീതം എന്നിവയുടെ പ്രവർത്തനങ്ങളും ഇത് നിയന്ത്രിക്കുന്നു. മരണസമയത്ത് ഉദാന ജ്യോതിഷ ശരീരത്തെ ഭൗതിക ശരീരത്തിൽ നിന്ന് വേർതിരിക്കുന്നു. ഉദാന പ്രാണന്റെ അസന്തുലിതാവസ്ഥ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട്, മോശം ഉൽപ്പാദനക്ഷമത, വ്യക്തമായി ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ, അതുപോലെ ഏകോപിപ്പിക്കാത്ത സംസാരം എന്നിവയിലേക്ക് നയിക്കുന്നു. 2. പ്രാണപ്രാണൻ. ഇത് തൊണ്ടയ്ക്കും ഡയഫ്രത്തിനും ഇടയിൽ പ്രവർത്തിക്കുന്നു. ശ്വാസനാളത്തിനും ഡയഫ്രത്തിന്റെ മുകൾ ഭാഗത്തിനും ഇടയിലുള്ള ഹൃദയവും ശ്വാസകോശവും ഉൾപ്പെടെയുള്ള തൊറാസിക് മേഖലയിലെ അവയവങ്ങൾ നിയന്ത്രിക്കുന്നത് പ്രാണാണ്. അതിന്റെ പ്രവർത്തനങ്ങളിൽ ശ്വസനവും ശ്വസനപ്രവാഹവും ഹൃദയത്തെ പമ്പ് ചെയ്യുന്നതും ഉൾപ്പെടുന്നു. പ്രാണൻ ഹൃദയത്തിന്റെ പ്രദേശത്ത് വ്യക്തമായി പ്രവർത്തിക്കുകയും ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നതിന് ഉത്തരവാദിയുമാണ്. അതിനാൽ ആരോഗ്യമുള്ള ഹൃദയത്തിനായി നമുക്ക് പ്രാണൻ നന്ദി പറയാം. വായു മൂലകത്തിലൂടെ നമുക്ക് പ്രാണൻ ലഭിക്കുന്നു. പ്രാണായാമ പരിശീലനത്തിലൂടെ നിങ്ങളുടെ ശ്വാസം നിയന്ത്രിക്കാനും ഹൃദയത്തിലേക്കുള്ള പ്രാണന്റെ ഒഴുക്ക് മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് പഠിക്കാം. ഇത് ഹൃദയാരോഗ്യവും വൈകാരിക ക്ഷേമവും പ്രോത്സാഹിപ്പിക്കും. പ്രാണൻ ശ്വാസോച്ഛ്വാസം മുകളിലേക്കും ഉള്ളിലേക്കും ചലിപ്പിക്കുന്നു. അനാഹത ചക്രം എന്നറിയപ്പെടുന്ന ഹൃദയചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്വസനം, വിഴുങ്ങൽ, മുകളിലേക്കുള്ള ചലനം എന്നിവയ്ക്ക് പ്രാണ ഉത്തരവാദിയാണ്. കണ്ണ്, ചെവി, ഹൃദയം, ശ്വാസകോശം എന്നിവയിൽ പ്രാണൻ നിലനിൽക്കുന്നു. മൂക്കിലും പുറത്തും ചലിക്കുന്നു. പ്രാണന്റെ അസന്തുലിതാവസ്ഥ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും രോഗങ്ങൾക്കും ഓക്സിജന്റെ മോശം ഉപഭോഗത്തിനും കാരണമാകുന്നു. ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയിലേക്ക് നയിക്കുകയും ചെയ്യും. 3. സമാന പ്രാണൻ. പൊക്കിനും ഡയഫ്രത്തിനും ഇടയിലുള്ള പ്രദേശം നിയന്ത്രിക്കുന്ന സമാന വായു, ആമാശയം, കരൾ, പാൻക്രിയാസ്, പ്ലീഹ, ചെറുതും വലുതുമായ കുടൽ തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു. ഈ പ്രാണൻ ഒരു വശത്തേക്ക് സഞ്ചരിക്കുന്നു. ദഹനം, ഉപാപചയം, ശരീരത്തിലെ പോഷകങ്ങൾ വിഘടിപ്പിക്കൽ എന്നിവയ്ക്ക് സമാന വായു ഉത്തരവാദിയാണ്. സൂര്യനിൽ നിന്നും ശാരീരിക വ്യായാമത്തിൽ നിന്നും നമുക്ക് ഈ ഊർജ്ജം ലഭിക്കുന്നു. സമാന വായുവിന്റെ അസ്വസ്ഥത ദഹനത്തിനും മറ്റു വയറ്റിലെ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു. ഇത് മണിപുര ചക്ര അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിനുള്ളിലെ പരിവർത്തന പ്രക്രിയകൾക്ക് ഉത്തരവാദിയാണ്. ആത്മീയ തലത്തിൽ സമാന വായു ബോധത്തിന്റെ വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമാന ശ്വാസോച്ഛ്വാസം ഒരു തിരശ്ചീന ചലനമാണ്. ഇത് സമനിലയിലേക്ക് വിവർത്തനം ചെയ്യുന്നു. എല്ലാ ശരീരഭാഗങ്ങൾക്കും ശരിയായ പോഷണവും ഊർജ്ജത്തിന്റെ തുല്യ വിതരണവും സമാന വായു ഉറപ്പാക്കുന്നു. അത് ഒരാളുടെ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്നു. അസന്തുലിതാവസ്ഥയിൽ സമാന മാനസിക സമാധാനത്തെയും സമനിലയെയും ശാന്തതയെയും ബാധിക്കുന്നു.
മനസ്സിലും ശരീരത്തിലും സ്വരച്ചേർച്ച തകരാറിലാകുന്നു. ഇത് അസ്വസ്ഥതയും പ്രകോപനവും ഉണ്ടാക്കുന്നു. ഭക്ഷണത്തിന്റെ മോശം സ്വാംശീകരണം വിഷവസ്തുക്കളുടെ ശേഖരണത്തിലേക്ക് നയിക്കുന്നു. 4. വ്യാനപ്രാണൻ. രക്തചംക്രമണത്തിന്റെയും ചലനത്തിന്റെയും അനിവാര്യ ശക്തിയാണ് വ്യാന. ശരീരത്തിലുടനീളം രക്തചംക്രമണത്തിനും മറ്റ് ശാരീരിക ദ്രാവകങ്ങൾക്കും ഇത് ഉത്തരവാദിയാണ്. ശരീരത്തിലെ ദ്രാവക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് നിർണായകമായ വെള്ളത്തിൽ നിന്നാണ് നമുക്ക് ഈ പ്രാണൻ ലഭിക്കുന്നത്. ശരീരം മുഴുവൻ വ്യാപിച്ചുകിടക്കുന്ന വ്യാന രക്തത്തിലൂടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും പോഷകങ്ങൾ എത്തിക്കുന്നു. ഊർജം കുറവാണെങ്കിൽ വ്യാനവായു ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ പോഷകങ്ങൾ കോശങ്ങളിലേക്ക് അയക്കുന്നു. ഇത് എല്ലാ ചലനങ്ങളുടെയും ഒരു റെഗുലേറ്ററും കൺട്രോളറും ആയി പ്രവർത്തിക്കുന്നു, പേശികളുടെ ചലനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് വിയർപ്പിനും കാരണമാകുന്നു. ഇതിന് വൃത്താകൃതിയിലുള്ളതും പിന്നിലേക്ക് ശ്വസിക്കുന്നതുമായ ചലനമുണ്ട്, കൂടാതെ പ്രാണന്റെയും അപാനയുടെയും ഗുണങ്ങൾ സംയോജിപ്പിക്കുന്നു. ഇത് എല്ലാ നാഡികളിലൂടെയോ ഊർജ്ജ ചാനലുകളിലൂടെയോ നീങ്ങുകയും രക്തചംക്രമണം, ലിംഫറ്റിക്, നാഡീവ്യൂഹം എന്നിവ നിയന്ത്രിക്കുകയും പേശികൾ, സന്ധികൾ, ടെൻഡോണുകൾ, ഫാസിയ എന്നിവയുടെ സ്വമേധയാ ഉള്ളതും അനിയന്ത്രിതവുമായ ചലനത്തെ നയിക്കുകയും ചെയ്യുന്നു. രക്തപ്രവാഹം, ലിംഫ് ഡിഡോക്സിഫിക്കേഷൻ, വിയർപ്പ്, എല്ലാ ശാരീരിക വ്യവസ്ഥകളുടെയും ഏകോപനം എന്നിവയ്ക്ക് ഇത് ഉത്തരവാദിയാണ്. ക്രമരഹിതമായ വ്യാന ഊർജ്ജ തടസ്സം, ഏകോപനത്തിന്റെ അഭാവം, വിരയൽ, ആളുകളുമായി ബന്ധപ്പെടാനുള്ള കഴിവില്ലായ്മ എന്നിവയിലേക്ക് നയിക്കുന്നു. 5. അപാനപ്രാണ. വിസർജനത്തിന്റെ ശക്തിയാണ് അപാന. ഈ പ്രാണൻ ശരീരത്തിലെ മാലിന്യങ്ങളും വിഷവസ്തുക്കളും ഇല്ലാതാക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. വേരുള്ള പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ മണ്ണുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് അപാന ലഭിക്കും. അടിവേർ, ഇടുപ്പ്, പ്രത്യുൽപാദന അവയവങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന പെൽവിക് മേഖലയിലാണ് അപാന സ്ഥിതി ചെയ്യുന്നത്. ചെറുതും വലുതുമായ കുടൽ, വൃക്കകൾ, മൂത്രവ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥകൾ എന്നിവയുമായി അപാന ബന്ധപ്പെട്ടിരിക്കുന്നു. മലം, വാതകം, മൂത്രം തുടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തം അപാനവായുവിനാണ്. ശ്വാസം ബലമായി പുറന്തള്ളുന്നതും ഇത് നിയന്ത്രിക്കുന്നു. ഇത് ഗന്ധത്തെ സ്വാധീനിക്കുകയും ശരീരത്തിന്റെ സ്ഥിരതയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു. അതിന്റെ സ്വാധീന മേഖല നാഭി മുതൽ മലാശയം വരെയാണ്. കൂടാതെ ബീജസ്ഖലനം, സ്ത്രീകൾക്ക് പ്രതിമാസ ആർത്തവചക്രം, പ്രസവസമയത്ത് ഭ്രൂണത്തെ പുറത്താക്കൽ എന്നിവ അപാനവായുവിലൂടെയാണ് ചെയ്യുന്നത്. ഈ പ്രാണൻ താഴേക്ക് ഒഴുകുകയും മാലിന്യങ്ങളുടെ താഴോട്ടും പുറത്തുമുള്ള ചലനത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മൂലാധാര ചക്രവുമായി അല്ലെങ്കിൽ റൂട്ട് ചക്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അസന്തുലിതാവസ്ഥ, മോശമായ ഉന്മൂലനം, മലബന്ധം, വിഷാദം, അലസത, വയറിളക്കം, പൈൽസ് മുതലായവയ്ക്ക് കാരണമാകും. ഹൃദയാരോഗ്യത്തിനുള്ള യോഗ, ശ്വാസകോശത്തിനുള്ള യോഗ, പ്രമേഹത്തിനുള്ള യോഗ, ദഹനത്തിനുള്ള യോഗ തുടങ്ങി നിരവധി യോഗ തെറാപ്പി ചികിത്സകളിൽ പഞ്ചപ്രാണങ്ങളെ സന്തുലിതമാക്കുന്നതിനും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു പ്രധാന ഘടകമായി കണക്കാക്കുന്നു. ഷഡ്ക്രിയകൾ, ബന്ധങ്ങൾ, മുദ്രകൾ തുടങ്ങിയ സമ്പ്രദായങ്ങൾക്ക് എല്ലാ പഞ്ചപ്രാണങ്ങളെയും സന്തുലിതമാക്കാനും ഉത്തേജിപ്പിക്കാനും കഴിയും. ആസനത്തിലൂടെയുള്ള ഹിപ്പ് ഓപ്പണറുകളും പ്രോൺ പോസ്റ്ററുകളും അപാന വായുവിൽ പ്രവർത്തിക്കുന്നു. മുന്നോട്ട് വളയുകയും ഇരിക്കുകയും ചെയ്യുന്ന ആസനങ്ങൾ സമാന വായുവിൽ പ്രവർത്തിക്കുന്നു. ബാക്കെൻഡിങ്ങും ചലനാത്മക ചലനവും പ്രാണയിൽ പ്രവർത്തിക്കുന്നു. വിപരീതങ്ങൾ, ചില ഇരിക്കുന്ന ആസനങ്ങൾ ഉദാനയിൽ പ്രവർത്തിക്കുന്നു. ബാലൻസിംഗ്, നിൽക്കുന്ന യോഗാസനങ്ങൾ വ്യാനയിൽ പ്രവർത്തിക്കുന്നു. പഞ്ചപ്രാണങ്ങൾ പരസ്പരബന്ധിതവും പരസ്പരാശ്രിതവുമാണ്. നാഡികൾ തടയപ്പെടുമ്പോൾ പ്രാണൻ തടസ്സപ്പെട്ടു, സ്വതന്ത്രമായി ഒഴുകുന്നില്ല. ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ വിഷവസ്തുക്കളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നതിന് കാരണമാകുന്നു. രക്തപ്രവാഹം തടസ്സപ്പെട്ട് ഊർജം കുറയുന്നതിനും അവയവങ്ങളിലും സിസ്റ്റങ്ങളിലും അസന്തുലിതാവസ്ഥ ഉണ്ടാവുകയും ഹൃദയം, ശ്വാസകോശം, ദഹനവ്യവസ്ഥ തുടങ്ങിയ ഗുരുതരമായ തകരാറുകൾക്കും രോഗങ്ങൾക്കും വരെ കാരണമായേക്കാം. യോഗാഭ്യാസത്തിലൂടെ ഒരാൾക്ക് പഞ്ചപ്രാണങ്ങളെ സന്തുലിതമാക്കാനും സജീവമാക്കാനും പ്രവർത്തിപ്പിക്കാനും കഴിയും. എല്ലാവർക്കും നന്ദി. പഞ്ചപ്രാണങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഊർജ്ജചക്രങ്ങളെപ്പറ്റിയും മറ്റുമുള്ള കൂടുതൽ അറിവ് അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം.